ഇന്ന് പ്രകൃതിക്ക് വികൃതിയില്ല. കാരണം ഇന്നലെ വരെ തകൃതിയായി മഴ പെയ്തു. എങ്കിലും ആകാശം പൊതുവേ മേഘാവൃതമാണ്. പണ്ട് അശ്വമേധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ GS പ്രദീപ് സാർ പറഞ്ഞൊരു ഡയലോഗാണിത്. ആകാശം എന്തായാലും നല്ല മേഘാവൃതമായതുകൊണ്ട് തന്നെയുണ്ട് നല്ല ചൂടും നല്ല പുകച്ചിലുമാണ്, ദാഹവും അതുപോലെ. അതുകൊണ്ട് വഴുക്കി നിർത്തി ഒരു കരിമ്പ്യൂസ് അടിച്ചു. എൻ്റെ പ്രിയ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക്, ട്രാവൽ വീഡിയോ ആണ് ഇത്. ഞാൻ അധികം ഒന്നും പോകാത്തൊരു സ്ഥലമാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു സ്ഥലവും ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാൽ പോയിട്ടില്ല. ഇപ്പോൾ ഈ ബൈക്ക് കിട്ടിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ പോയ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ ചെറിയ കാഴ്ചകളിലേക്കും ആ റൈഡ് വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. ഇപ്പം ഇന്ന് പോകുന്ന സ്ഥലം ഞാനധികം സസ്പെൻസ് ആക്കി വെക്കുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. കണ്ണൂർ തലശ്ശേരി, ഇതിനിടയിൽ ഒരു സ്ഥലമുണ്ട് എടക്കാടിനിടയ്ക്ക്. മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയും. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഡ്രൈവിംഗ് ബീച്ചുകളിലൊന്നാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരം നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ബീച്ചുകളിലൊന്നാണ്. ആ ബീച്ചിൽ കൂടെ പോയ ചെറിയ കാഴ്ചകളാണ് അവിടെ ഞാൻ കണ്ട ചെറിയ കാഴ്ചകൾ. നട്ടുച്ച കാഴ്ചകൾ എന്ന് കുറച്ചും കൂടെ ഭംഗിയായിട്ട് വേണമെങ്കിൽ പറയാം. അതാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. എന്തായാലും രാവിലെ കണ്ണൂർ വന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നെല്ലാം ചെയ്തു. പിന്നെ കുറച്ച് നേരം ഫ്രീ ഉണ്ടായിരുന്നു. ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ. ആ സമയത്ത് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്നുള്ള ഒരു പ്ലാനുമായിട്ട് ഇറങ്ങി. ഏറ്റവും അടുത്തുള്ളത് മുഴുപ്പിലങ്ങാട് ബീച്ച് തന്നെയാണ്. ഒരുപാട് കാലമായി അവിടെ പോയിട്ട്. എങ്കിലും അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് 2ാമത്തെ തവണയാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് 2 തവണ മാത്രമാണ് ഈ ബീച്ച് കാണാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ബീച്ചിലേക്കാണ് യാത്ര. അപ്പോൾ ഈ ബീച്ചിൻ്റെ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാം. കോട്ടും സൂട്ടും ജാക്കറ്റും ഒക്കെ കണ്ടപ്പം വേറൊരു ബൈക്കുകാരൻ ചോദിച്ചു, നിങ്ങൾ ഈ ഉച്ചയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ചൂടത്ത് ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നത്? പക്ഷെ നമുക്ക് നിർത്തുമ്പം ഉള്ള ഒരു ചെറിയ ചൂട് ഫീല് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പോകുമ്പം ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. പിന്നെ ഈ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോകുമ്പം നമുക്കൊരു സേഫ്റ്റി ഫീലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോകുന്നതിൽ യാതൊരു മടിയില്ല. എൻ്റെ പരമാവധി യാത്രകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ പോകാറ്. കൃത്യമായ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോകുമ്പം നമുക്കൊരു കോൺഫിഡൻസ് കൂടുതലാണ്. നമുക്കൊരു നല്ല ട്രാവലർ, നല്ലൊരു റൈഡറിൻ്റെ ഫീല് കിട്ടും അങ്ങനെയുള്ള യാത്രയിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ യാത്രകളിലും ഈ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചിരുന്നു, എന്തിനാണ് ചെറിയ യാത്രകൾക്ക് നീ ജാക്കറ്റും ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്നത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമായി പറഞ്ഞതാണ് കേട്ടോ. ഒരു സേഫ്റ്റി ഫീല്. ഇത് റൈഡിങ് ജാക്കറ്റൊന്നുമല്ല, റൈനോക്സ് പോലെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള അത്രത്തോളം സേഫ്റ്റി പ്രൊട്ടക്ഷനുള്ള ജാക്കറ്റൊന്നുമില്ല. എങ്കിലും നമുക്കൊരു ഫീല് കിട്ടുന്നു, ഒരു റൈഡർ ഫീല് കിട്ടുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുമ്പോഴാണ്. റെയിൽവേ ഗേറ്റിനടുത്തെത്താനായി കേട്ടോ. അപ്പം ഈ പോകുന്ന ട്രെയിനേ എനിക്ക് തോന്നുന്നത് എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ആണെന്ന് തോന്നുന്നു. 12 മണി 12:30 സമയത്തൊക്കെ കണ്ണൂരെത്തുന്നൊരു ട്രെയിൻ ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കോച്ചിനാണ് പണ്ട് തീ പിടിച്ചതല്ല, പണ്ട് ആൾ പിടിപ്പിച്ചതാണ്. 1-2 പേർക്ക് ജീവനൊക്കെ നഷ്ടപ്പെട്ടു. അതൊക്കെ വളരെ ദാരുണമായ സംഭവങ്ങളായിരുന്നു. അതുപോലെയൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇതുപോലത്തെ ട്രെയിനുകളൊക്കെ കാണുമ്പം, ചില കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. എപ്പോഴും എനിക്ക് കടലുണ്ടി വഴി ട്രെയിനിൽ പോകുമ്പം കടലുണ്ടി ട്രെയിൻ ദുരന്തം അതെനിക്ക് ഓർമ്മ വരും. ഒരുപാട് കാലം അവിടെ പഴയ മറിഞ്ഞ ട്രെയിനിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ എല്ലാം തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ടാവും, ഒത്തിരി പഴയതല്ലേ. അവിടെ ഏതായാലും പിന്നെ നല്ല പാലമൊക്കെ വന്നു, നല്ല സൗകര്യമുള്ള നല്ല ട്രാക്കുകളൊക്കെ വന്നു, ഫിഷിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. എന്ത് തന്നെയായാലും ഞാൻ റെയിൽവേ ഗേറ്റൊക്കെ കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി ഏതാണ്ട് ഒരു 5-6 കിലോമീറ്ററേ എനിക്ക് പോകാനുള്ളൂ. തോട്ടട കഴിഞ്ഞ് നടാലും കഴിഞ്ഞ് എടക്കാടെത്തി അവിടുന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താം. അപ്പോൾ ഒരു 10-15 മിനിറ്റിൽ അവിടെ എത്താവുന്ന തരത്തിലാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ തോട്ട റോഡിലാണ് ഏറ്റവും കൂടുതൽ കണ്ണൂരിലെ കാർ സർവീസും കാർ ഷോറൂമുകളുള്ളത്. കിയയും ടൊയോട്ടയും മഹീന്ദ്രയും നിസാനും ടാറ്റയും അതിൻ്റെയൊക്കെ സർവീസും ഹുണ്ടായി അടക്കം ഒരുപാട്. പിന്നെ ഹെവി വെഹിക്കിൾസിൻ്റെ കുറച്ച് സർവീസും സെയിൽസും ഒക്കെ ഉണ്ട്. തത്വത്തിൽ ഞാനും ഇവിടെ ഒരു ഷോറൂമിൽ കുറച്ചു കാലം ജോലി ചെയ്ത ഒരു അനുഭവ പരിചയം കൂടെ എനിക്ക് ബാക്കിയുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ടാകും റോഡിൽ അധികം വണ്ടിയൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് വണ്ടി ഓടിച്ചങ്ങ് പോവാം. ഈ ഇവിടെയും ബ്രേക്ക് എടുക്കണമെന്നൊക്കെ തോന്നും, കാരണം അതുപോലത്തെ ചൂടാണല്ലോ മുന്നിലുള്ളത്. എന്നാലും അധികം പിന്നെ നിർത്താനൊന്നും പോയില്ല. എത്രയും പെട്ടെന്ന് മുഴുപ്പിലങ്ങാട് എത്തുക എന്നുള്ള ഒരു പ്ലാൻ മാത്രം മനസ്സിൽ വെച്ചു. കാരണം അഥവാ ഇനി അടുത്ത റെയിൽവേ ഗേറ്റ് അടച്ചാൽ അവിടെ ഒരു 5 മിനിറ്റ് കിടക്കേണ്ടി വരും. അതിനു മുന്നേയൊക്കെ പുറത്ത് ചാടാമെന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് നേരെ ഞാൻ വിട്ടു. ഏതായാലും ഭാഗ്യത്തിന് അടുത്ത റെയിൽവേ ഗേറ്റ് തുറന്നായിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കേണ്ടി വന്നില്ല.
അതിനുശേഷം പിന്നെ പുതിയ നാഷണൽ ഹൈവേ വഴിയിലോട്ടാണ് ചെന്ന് ചേരുന്നത്. അതിലെ കുറച്ച് ദൂരം ഓടി എടക്കാട് നിന്ന് റൈറ്റ് എടുത്ത് ഇതാ ഈ കാണുന്ന വഴിയിലെത്തി. അതാണ് നമ്മുടെ മുഴുപ്പിലങ്ങാടിലേക്ക് പോകുന്ന ചെറിയ വഴി. രണ്ട് സൈഡും തെങ്ങും തോക്കങ്ങളും അവിടെ ഇവിടെയൊക്കെ വണ്ടി പാർക്കിങ്ങിനൊക്കെ ചെറിയ സ്ഥലങ്ങളുണ്ട്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇതിൽ ഒരു 2-3 കിലോമീറ്റർ മുന്നിൽ പോകുമ്പോഴാണ് നമ്മൾ കടലിനോടടുത്ത് ചെല്ലുന്നത്. അവിടെ 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി, ബൈക്കിനാണ്, കാറിന് എത്രയെന്ന് എനിക്കറിയില്ല, 50 ആയിരിക്കും. എന്തായാലും ബൈക്കിന് 20 രൂപയുള്ളൂ. 20 രൂപ ടിക്കറ്റ് എടുത്ത് നേരെ ബീച്ച് സൈഡിലേക്ക് ഇറക്കി. ഞാനിവിടെ വരുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. അതെന്താണ്, റൈഡ് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഏതാണ്ട് റൈഡിൻ്റെ സ്ഥലത്തേക്ക് എത്താണ്, നമ്മുടെ ബീച്ചിനടുത്തേക്ക്. ഇനി കൂടുതലായിട്ട് കുറച്ച് നേരം ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ആ ബീച്ച് റൈഡങ്ങ് ആസ്വദിക്കാവുന്നുണ്ട്. അപ്പോൾ റെഡിയല്ലേ? പാട്ട് കേൾക്കാനായില്ല. അതിനു മുന്നേ ബീച്ചിന് പുറത്തുള്ള ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് താഴോട്ടിറക്കാം വണ്ടി. ആദ്യം നമുക്ക് അത് കാണാം. അവിടെ അകത്ത് കയറണമെങ്കിൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവിടെ കയറണമെങ്കിൽ അവിടെ കൊടുക്കണം 20 രൂപ. വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് പതിയെ ഞാൻ ആ ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോയി. ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആര് വരാനല്ല, ഈ നട്ടുച്ചയ്ക്കൊക്കെ ഒരു 3-4 മണിയായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് കയറട്ടെ. വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കി. തണൽ കിട്ടി കേട്ടോ, തെങ്ങും തോപ്പായതുകൊണ്ട് തന്നെ തണലുണ്ട്. തേങ്ങ വീഴാതിരുന്നാൽ മതി. എന്ത് തന്നെയായാലും ഉച്ച സമയം ഞാൻ ഇരിക്കാൻ വന്നത് നല്ല സ്ഥലത്ത് തന്നെയാണ്. ആസ്വദിക്കാൻ വന്നത്, ഇരിക്കാൻ വന്നതല്ല, ആസ്വദിക്കാൻ വന്നതെന്ന് പറയാം. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസമുള്ള ആംബിയൻസാണ്. അത് കാണാം. അങ്ങനെ മുഴുപ്പിലങ്ങാടിയുടെ വാക്ക്വേയിൽ കയറിയിട്ടുള്ള ഒരു ബീച്ച് ഡ്രൈവ് ചെയ്തു എന്ന് പറയുന്നില്ല. ബീച്ച് ഡ്രൈവ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയി കേട്ടോ. നമ്മളധികം വെള്ളത്തിൻ്റെ അടുത്ത് ഇറക്കാതെ നല്ല ഉറച്ച സ്ഥലമുണ്ട്, അതിലേ പോയി. ഇത് കഴിഞ്ഞോടെ വണ്ടി എന്തായാലും വാഷ് ചെയ്യും ഞാൻ, കാരണം സേഫ് അല്ല, കാരണം ഉപ്പിൻ്റെ അംശം എന്തായാലും ഉണ്ടാവും. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടുത്ത് പോവാതെ നല്ല ഉറച്ച സ്ഥലത്തൂടെ പോയി. പിന്നെ ഇവിടെ കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട്. ഇത് എൻ്റെ മുഴുപ്പിലങ്ങാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള പാർക്കാണ്. ഭക്ഷണശാലയുണ്ട്, കളിയിടമുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കടൽ കാണാം കേട്ടോ. എന്തൊരു ഭംഗിയ കടൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല സാലുണ്ട്. വൈകുന്നേരമൊക്കെ ഇവിടെ ഭയങ്കര ആളാണേ. ഇപ്പം പിന്നെ ശാന്തമാണ്. മനോഹരമായ ഒരു പാർക്കുണ്ട് ഇവിടെ. പാർക്കിൽ ചേട്ടനങ്ങ് നടന്നു, ആരും ഇല്ല, എല്ലാവരും പോയി. ഇവിടെ പാർക്കിൽ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രതിമ ഉണ്ടോ, ചേട്ടൻ ചേട്ടിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രതിമയുണ്ട്. ഒരു മത്സ്യകന്യകയുടെ പ്രതിമയുണ്ട്. അങ്ങനെ കുറേ പ്രതിമകൾ. ബീച്ചിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഭയങ്കര കാറ്റും പുറത്ത് ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മുടെ മുഴുപ്പിലങ്ങാട് നോക്കയിലാണ്, നോക്കാൻ പറ്റുന്ന പോലെ വീടാണ്. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ ഈ സ്ഥലത്താണുള്ളത്. അപ്പം തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേയിൽ കയറിയിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ ഉച്ചയായില്ലേ. അപ്പോൾ ഇന്നത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വന്ന കാര്യങ്ങളും നടന്നു, കാണുമെന്ന് വിചാരിച്ച കാര്യം നടന്നു. ഇനി നേരെ നമ്മുടെ നാഷണൽ ഹൈവേ വഴി കയറി കൂത്തുപറമ്പ് വഴി നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പം അവിടെ നിർത്താം, കാണാം.
അങ്ങനെ ഒരു 3-4 കിലോമീറ്റർ മുന്നോട്ട് നീണ്ടു കിടക്കുകയാണ്. പക്ഷെ ഞാൻ വെള്ളത്തിനടുത്തോട്ട് വണ്ടി ഒതുക്കുന്നില്ല. കുറച്ച് കരയോട് ചേർത്തിട്ടുണ്ട്. കുറച്ച് സ്ഥലത്ത് നന്നായിട്ട് ഉറച്ച സ്ഥലമുണ്ട്, അത് കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്ക് വണ്ടിക്ക് മണ്ണും ഉപ്പും ഒന്നും ആക്കണ്ട. പിന്നെ തുരുമ്പെടുത്താലോ വെറുതെ. എന്തായാലും ഞാനിത് കഴിഞ്ഞ പാടെ പോയി വാഷ് ചെയ്യും. ഞാൻ കാര്യമായിട്ട് ബീച്ച് സൈഡിലോട്ട് ഇറക്കിയില്ലെങ്കിൽ പോലും ഞാൻ നല്ല കട്ടിയുള്ള സ്ഥലത്താണ് വണ്ടി ഓടിച്ചതെങ്കിലും ഞാൻ അതിന് മുതിരുന്നില്ല. കഴിഞ്ഞ പാടെ കൊണ്ട് വാഷ് ചെയ്യും. കാരണം സേഫ്റ്റി മുഖ്യം ബിഗിലേ. പിന്നെ ഒരു ഭയങ്കര സുഖമാണ് കേട്ടോ. ആളുകൾ എന്താണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് എനിക്കിവിടെ വന്ന് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട് ബീച്ച് ഡ്രൈവ് ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ പിന്നെയും വന്ന് ബീച്ച് ഡ്രൈവ് ഇട്ട് വണ്ടി കറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഫീലാണ്, ഒരു പ്രത്യേക രസമാണിത് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ചങ്ക് ബൈക്കേഴ്സ് ആരും വന്നില്ല, എല്ലാവരും തിരക്കാണ്. പിന്നെ ഈ ഉച്ചയ്ക്കൊക്കെ ആര് വിളിച്ചാൽ ആര് വരാനാണ്. തന്നെ അതുകൊണ്ട് പോയി. കുറേ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ കാണാനുണ്ട്. നമ്മുടെ വാക്ക്വേയുടെ താഴെയുള്ള മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്ര ദൂരമൊന്നും പോയിട്ടില്ല. കുറച്ച് ദൂരം കറങ്ങി അടിച്ചിട്ട് ഞാൻ തിരിച്ച് വരികയാണ് ചെയ്തത്. ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് പോയിട്ടില്ല. പിന്നെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, വേറൊന്നുമില്ല ഇവിടെ ചെയ്യാൻ, വേറൊന്നുമില്ല. प्यार दोस्ती है। अगर वो मेरी सबसे अच्छी दोस्त नहीं बन सकती तो मैं उससे कभी प्यार कर ही नहीं सकता, क्योंकि दोस्ती बिना तो प्यार होता ही नहीं। सिंपल, प्यार दोस्ती है। किसका है ये तुमको इंतजार में हूं ना, देख लो इधर तो एक बार मैं हूं ना, कब तक चुप बैठे अब तो कुछ है बोलना, कुछ तुम बोलो कुछ हम बोले ओ ढोलना, कब तक चुप बैठे अब तो कुछ है बोलना, कुछ तुम बोलो कुछ हम बोले और ढोलना। कोई न जाने क्यों चैन खोता है, क्या करूं भाई कुछ कुछ होता है, क्या करूं हाय कुछ कुछ होता है। तुम न जाना कि मैं दीवाना लेकर आया हूँ दिल का नजराना, मेरे दिल की है जो दास्तां, सुनो ना सुन लो ना, हम सफर मुझी को चुन लो ना, सुनो ना सुन लो ना। दो चार कदम पे तुम थे, दो चार कदम पे हम थे, दो चार कदम ये लेकिन 100 मीलों से क्या कम थे, फिर उस पे कदम कदम पे दिल का डोलना है डोलना, ओ ढोलना। कब तक चुप बैठे अब तो कुछ है बोलना। മുന്നിൽ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. എന്താണ് ചെറിയ കടകളൊക്കെ ഉണ്ട്. ഞാനതിൽ ഇവിടുന്ന് കഴിക്കുന്നില്ല. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക്, കുട്ടികളെ കൈവിട്ട് പോകാതിരിക്കുക, ട്രെയിനിൽ പോകുന്ന ഗേറ്റ് അടയ്ക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എടക്കാട് പോലീസിൻ്റെ ഗേറ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. നല്ല തെങ്ങും തോട്ടമാണ് കേട്ടോ ഇവിടെയൊക്കെ. കേട്ടോ നല്ല തെങ്ങും തോട്ടമാണ്, ഇടയ്ക്ക് തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. तुम्हारे ये इशारे हम तो दीवाने हैं तुम्हारे, राज़ ये कैसे खोले रही हो तुम आँखों से बोले रही हो, जादू आते हैं तुमको सारे, तौबा तुम्हारे ये इशारे हम तो दीवाने हैं तुम्हारे, प्यारे हमको भी है प्यारे तुमको भी है, तो ये क्या सिलसिले हो गए, बेवफा हम नहीं बेवफा तुम नहीं, तो क्यों इतने गिले हो गए, चांद तारे ओढ़ लाओ
इतना सा ख्वाब है, बस इतना सा ख्वाब है। कोई हीरो यहाँ, कोई जीरो यहाँ, कोई स्टार है, कोई बेकार है। मैं कौन हूँ तुमसे मैं क्या कहूँ, है सच तो ये दोस्तों। I'm the best, 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 I'm the best. Yes, you are best. അങ്ങനെ നമ്മൾ പാട്ടും കേട്ടു, ബീച്ച് റൈഡും നടത്തി. ഇപ്പോൾ ഇതാ പുതിയ നമ്മുടെ NH കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമുണ്ട്. കാരണം എത്ര കാലം ഇതിലെ നമ്മളെയൊക്കെ ഓടിക്കാൻ വിടുന്ന അറിയില്ല. അതുകൊണ്ട് ഇതിലെ ബൈക്കൊക്കെ നിരോധിക്കുന്നതിന് മുന്നേ 1-2 തവണ ഓടിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുവഴി കയറി. അല്ല, എനിക്ക് വേറെ വഴി പോകായിരുന്നു. ഇത് കുറച്ച് ചുറ്റലാണ്, സാരമില്ല. ആ ചുറ്റി കറങ്ങിയിട്ട് ഞാൻ ഇരുട്ടി വഴിയൊക്കെ പോയിക്കോളും, സാരമില്ല. എന്ത് തന്നെയായാലും ഒരുപാട് വണ്ടിയൊന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ 3rd ട്രാക്ക് മാത്രം പിടിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ബൈക്കിൻ്റെ ട്രാക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈ സ്പീഡ് ട്രാക്കല്ല, ഇൻ്റർമീഡിയറ്റ് സ്പീഡ് ട്രാക്കും അല്ല, നമ്മുടെ ലോ സ്പീഡ് ട്രാക്ക് തന്നെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. 60-ന് മുകളിൽ അല്ലെങ്കിൽ 70-ന് മുകളിൽ ഞാൻ ഇവിടെയും പോകുന്നില്ല. വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ പോകുന്നത്. 2 സൈഡിലും പുഴയുണ്ട്. ധർമ്മടം തുരുത്താണ് ഒരു സൈഡിൽ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പോകുന്ന വഴിക്ക് ധർമ്മടം തുരുത്തിൻ്റെ അവിടെ ഞാൻ പിന്നെയും നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ഇരിട്ടി റോഡിലോട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇറങ്ങും. അവിടെ നിന്ന് കൂത്തുപറമ്പ് മട്ടന്നൂർ കൂടിയിട്ട് ഒന്ന് ഇരിട്ടി വരാം, അതല്ലെങ്കിൽ ഇരിക്കൂർ വരാം. അങ്ങനെ എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാം. ഇതാണ് ഈ റൈഡിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. കൂടുതലായിട്ടൊന്നും നമുക്ക് ഇതിനകത്ത് കാണാനൊന്നുമില്ല, എക്സ്പീരിയൻസ് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഞാൻ പോയ കാഴ്ചകൾ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഒപ്പിയെടുത്തു. പരിമിതികൾ ഒരുപാടുണ്ട്, അത് ഞാൻ കാര്യമാക്കുന്നില്ല. മറ്റുള്ളവർ കാര്യമാക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുന്നുമില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നു. എൻ്റെ ഓർമ്മകൾക്കായിട്ട് ഞാനിത് സൂക്ഷിച്ചു വയ്ക്കുന്നു. ഒരുപക്ഷെ ഒരു കാലത്ത് നടക്കാനും ബൈക്കൊന്നും ഓടിക്കാനും പറ്റാത്തൊരു കാലം വരുമ്പം അന്നും യൂട്യൂബും ഈ വീഡിയോകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞാനെടുത്ത് എന്തായാലും കാണും. അന്ന് ഓർക്കാമല്ലോ ഞാനിങ്ങനെയൊക്കെ പോയിരുന്നു എന്നുള്ള കാര്യം. ഇതാണ് ഇരിട്ടിക്കുള്ള എക്സിറ്റ്. അപ്പം ഈ വഴി പുറത്തിറങ്ങാണ്. ഇരിട്ടിക്കുള്ള എക്സിറ്റ് അല്ല ഇത്, അയ്യോ വഴി മാറിപ്പോയി. ഇരിട്ടിക്കുള്ള എക്സിറ്റ് ഇറങ്ങണം എന്ന് ഓർത്തിട്ട് ഞാൻ ഇറങ്ങിയത്. ഇത് പിണറായി റോഡിലേക്കുള്ള എക്സിറ്റാണ്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന റോഡിൻ്റെ എക്സിറ്റ്. അവിടെ വീണ്ടും വന്ന് വഴി തെറ്റുന്ന പോലെയായെങ്കിലും ഞാൻ വഴി തെറ്റാതെ അതിവിദഗ്ധമായി വീണ്ടും വളച്ചെടുത്ത് റോഡിൽ കയറി. ഇനി എനിക്ക് വഴി തെറ്റില്ല. മമ്പറം, മഞ്ചരക്കണ്ടി വഴി ഇരിക്കൂർ, അങ്ങനെ എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തണം, ഭക്ഷണം കഴിക്കണം. ഈ 2 ചിന്തകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനൊക്കെ മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബൈക്ക് വാഷ് ചെയ്യണം. കാരണം ഞാൻ ബീച്ചിൽ ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സർവീസ് സെൻറ്റർ തേടി ഞാൻ പോയി. ഇവിടെ ഒരു സർവീസ് സെൻറ്റർ ഉണ്ട് അടുത്ത് തന്നെ. അതുകൊണ്ട് അവിടെ ഞാൻ വണ്ടിയിട്ട് വാഷ് ചെയ്തതിന് ശേഷം ചെയിൻ ലൂബിങ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി വണ്ടി ഓടിക്കുന്നുള്ളൂ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങാം. पूछे तू है कहाँ, तू है फूलों में कलियों में या मेरे ख्वाबों की गलियों में। तू है फूलों में कलियों में या मेरे ख्वाबों की गलियों में। ये हवाएं गुनगुनाए पूछे तू है कहाँ, तू है फूलों में कलियों में या मेरे ख्वाबों की गलियों में। धरती सजी अंबर सजा जैसे कोई सपना, इसमें हो घर तो हम सफर तेरा मेरा।
യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല എങ്കിലും യാത്രയുടെ കാഴ്ചകൾ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ ഗോപ്രോയുടെ ഗോപ്രോ അല്ലല്ലോ, കാൻസന്റെ ബാറ്ററി തീരും. ബാറ്ററി തീർന്നു കഴിയുമ്പം എന്തായാലും ഓഫാക്കേണ്ടി വരുമല്ലോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്തത് എന്തായാലും ഒരു ലോങ് ഡ്രൈവ് തന്നെയാണ്. അത് പ്ലാൻ ആയിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് പോകുന്നത്, 2 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കുറച്ച് പകർത്തണമെന്നുണ്ട്. 4 ബാറ്ററി എന്തായാലും ഞാൻ മറക്കാതെ എടുക്കും. ഇന്നും 2 ബാറ്ററി മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 ബാറ്ററി കൊണ്ട് ആകെ 1 മണിക്കൂറൊക്കെ പിടിക്കാനുള്ള കപ്പാസിറ്റി കിട്ടുള്ളൂ. 4 ബാറ്ററി എടുത്താൽ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്ര കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു 30 അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ വീഡിയോ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അടുത്ത വീഡിയോ വളരെ കുറച്ചും കൂടെയൊക്കെ നന്നാക്കി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ അത്ര ദൂരം ഓടി തിരിച്ച് വരേണ്ടതുകൊണ്ട് ചിലപ്പോൾ എത്രത്തോളം റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്ത് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഏതാണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കുറച്ച് ആളുകളുണ്ട്, 10-15 പേരുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ. അവർ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. ആ ധൈര്യത്തിൽ പിന്നെ ഞാനും കാണുമല്ലോ, അവരും കാണും ഞാനും കാണും. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയുടെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചകളുടെ ലോകത്തേക്ക് വീണ്ടും കാണാം. खुशी मेरे गम सारे तुझसे सनम तू ही दिल का ख्वाबों की राहों पर खुशियों का कारवां आ भी जाओ आओ ना कस्तो मजा है रे दैवा रमैलो काली ओराली कस्तो मजा है रे दैवा रमैलो काली ओराली ये हवाएं गुनगुनाए पूछे तू है कहाँ, तू है फूलों में कलियों में या मेरे ख्वाबों की गलियों में।